നമസ്കാരം. ഞാൻ കലാശാല മുരളി. 2025 സെപ്റ്റംബർ 14 മുതൽ 20 വരെയുള്ള ഒരാഴ്ചക്കാലത്തെ മീനക്കൂറിന്റെ ഫലമാണ് ഞാനിപ്പോൾ പറയുന്നത്. മീനക്കൂർ എന്ന് പറയുമ്പോൾ പൂരുട്ടാതി കാല്, ഉത്രട്ടാതി, രേവതി എന്നീ നക്ഷത്രങ്ങളാണ് ഇതിൽ ഉൾക്കൊള്ളുന്നത്. ഈ നക്ഷത്രക്കാർക്ക് നല്ല അനുഭവങ്ങളൊക്കെ ഉണ്ടാകും. എങ്കിൽ തന്നെയും അല്പസ്വല്പ ചീത്താനുഭവങ്ങളും കൂടി അനുഭവിക്കേണ്ടതായിട്ട് വരും. ധനവരവ് ഉണ്ടാകുമെങ്കിലും ചെലവ് വർദ്ധിക്കും. ബന്ധുക്കളുമായി തർക്കങ്ങളും അകൽച്ചകളും ഒക്കെ ഉണ്ടാകും. സഹപ്രവർത്തകരുടെ സഹായം ലഭിക്കും. കോടതി വ്യവഹാരങ്ങളിൽ പ്രതികൂല വിധികളൊക്കെ ഉണ്ടാവുകയും അത് മനക്ലേശത്തിന് ഇടവരികയും ചെയ്യും. പൈതൃക സ്വത്ത് സംബന്ധിച്ച് തർക്കങ്ങൾ ഉണ്ടാകും. സഹോദരന്മാരുമായി ഇടച്ചിലുണ്ടാവുകയും അവർ ശത്രുക്കളെ പോലെ പെരുമാറുകയും ചെയ്യും. ദുർജന സംസർഗം മൂലം ധനനഷ്ടവും മാനഹാനിയും വന്നു ചേരും. മേലധികാരികളുമായി തർക്കങ്ങൾ ഉണ്ടാകുകയും സ്ഥാനചലനത്തിന് ഇടവരികയും ചെയ്യും. തസ്കര ശല്യം സൂക്ഷിക്കണം. അപകടങ്ങളിൽ ഒടിവ്, ചതവ് എന്നിവ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. സഹപ്രവർത്തകർ വേണ്ട വിധത്തിൽ നമ്മളെ സഹായിക്കാത്ത അവസ്ഥകളൊക്കെ വരികയും പ്രതീക്ഷകൾ അസ്ഥാനത്താവുകയും ചെയ്യും. വാക്കുപാലിക്കാൻ കഴിയാതെ വരും. അതുമൂലം മനസ്താപം വർദ്ധിക്കും. അതുകൊണ്ട് ഗണപതി ഭഗവാനെ പ്രീതിപ്പെടുത്തുവാനായി ഗണപതി ഭഗവാന്റെ ഇഷ്ട വഴിപാടായ മോദക വഴിപാട് നടത്തുകയും ഗണപതി ഹോമവും നടത്തി നല്ല അനുഭവങ്ങളൊക്കെ ഉണ്ടാകണേ എന്ന് പ്രാർത്ഥിച്ച് നല്ല അനുഭവങ്ങൾ ഉണ്ടാകട്ടെ എന്ന് ജഗദീശനോട് പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് നന്ദി, നമസ്കാരം.